തീരുവ എന്ന ആയുധം കാട്ടി ട്രംപ് പല രാജ്യങ്ങളെയും പേടിപ്പിച്ചെങ്കിലും ചൈനയെ വരച്ച വരയിൽ നിർത്താൻ കഴിയാത്തതിന് ഒരു കാരണമുണ്ട്. അതാണ് റെയർ എർത്ത് എലമെൻറ്റുകൾ. ലോക സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമായി നിലനിർത്തുന്ന നിർണായക ധാതുക്കൾ. റെയർ എർത്ത് വിഭാഗത്തിൽപ്പെടുന്ന ലിഥിയം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ US ഇപ്പോഴും വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന അത് നിർത്തിയാൽ US AI യുദ്ധത്തിലടക്കം പിന്നിലായി പോകും. ഇതുവെച്ചാണ് ചൈന USനെ വരുതിയിലാക്കുന്നത്. റെയർ എർത്ത് എലമെൻസിൻ്റെ വലിയ പറുദീസയാണ് ഗ്രീൻലൻഡ്. ഗ്രീൻലൻഡ് പിടിച്ചാൽ ട്രംപിന് പിന്നെ ചൈനയെ പേടിക്കേണ്ട. പിന്നെയും പലതുമുണ്ട് ഗ്രീൻലൻഡിൽ. വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ലോകത്തെ വലിയ ദ്വീപ് യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയാണ്. പക്ഷേ അതൊരു ഭൂഖണ്ഡമായതിനാൽ ദ്വീപായി എണ്ണാറില്ല. 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഗ്രീൻലൻഡാണ് വലിയ ദ്വീപായി അറിയപ്പെടുന്നത്. അർദ്ധസ്വയം ഭരണാധികാരത്തോടെ ഗ്രീൻലൻഡ് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ്. വിദേശ ബന്ധങ്ങളും പ്രതിരോധം പോലെയുള്ള കാര്യങ്ങളും ഡെൻമാർക്കാണ് നിയന്ത്രിക്കുന്നത്. ഡെൻമാർക്ക് യഥാർത്ഥത്തിൽ നാറ്റോയുടെ ഭാഗം കൂടിയാണ്. ഒരു ഘട്ടത്തിലും അമേരിക്കയുടെ ഭാഗമാകാൻ ആ നാട്ടുകാർക്കോ ഡെൻമാർക്കിനോ താല്പര്യവുമില്ല. അവരുടെ എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. എന്താണ് ട്രംപിൻ്റെ മനസ്സിൽ എന്ന് നോക്കാം. കഴിഞ്ഞ അര നൂറ്റാണ്ടായി ഗ്രീൻലൻഡിൽ വലിയ ഗവേഷണങ്ങൾ നടന്നു. നിർണായകമായ 30-ലധികം അസംസ്കൃത വസ്തുക്കളിൽ 25 എണ്ണവും ഗ്രീൻലൻഡിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. സ്വർണം, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ വിലയേറിയ ലോഹങ്ങളും എണ്ണവാതക വിഭവങ്ങളും ഇവിടെയുണ്ട്. ഭാവിയിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ ധാതുക്കൾ ഇതിൽ പ്രധാനമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററികൾ മുതൽ കാറ്റാടി യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ എന്നിവയ്ക്ക് ഈ നിർണായക ധാതുക്കൾ ആവശ്യമാണ്. AI ഡാറ്റാ സെൻ്ററുകൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയ്ക്ക് ഇത് ഏറെ നിർണായകമാണ്. 2040 ആകുമ്പോഴേക്കും ഇതിൻ്റെ ഉപയോഗം ഇപ്പോഴത്തതിൻ്റെ 4 ഇരട്ടിയാകും എന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. ചൈനയിലാണ് റെയർ എർത്തിൻ്റെ വലിയ നിക്ഷേപം നിലവിലുള്ളത്. അത് സംസ്കരിക്കുന്നതും കൂടുതൽ ചൈനയാണ്. ഗ്രീൻലൻഡിലേക്ക് നിരവധി ചൈനീസ് കമ്പനികൾക്ക് ഡെൻമാർക്ക് അനുമതി നൽകിയിട്ടും ഉണ്ട്. ഇതാണ് USന് പേടി കൂടാനുള്ള കാരണം. ഗ്രീൻലൻഡ് സ്വന്തമാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഗ്രീൻലൻഡിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സ്ഥാനമാണ്. അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് 5000 കിലോമീറ്റർ അകലെ കാനഡയുടെ വടക്കുകിഴക്ക് ഭാഗത്താണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഈ ഗ്രീൻലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് റഷ്യയിലേക്കും സമാനമായ ദൂരമാണ്. 1943 മുതൽ ഗ്രീൻലൻഡിൽ US വ്യോമസേനാ താവളമുണ്ട്. ഭൂമിയുടെ ഏറ്റവും വടക്കുഭാഗത്തെ US സൈനിക താവളവും ഇതാണ്. രണ്ടാം ലോക യുദ്ധകാലത്ത് ജർമ്മനിയുടെ ആക്രമണത്തിൽ നിന്ന് ഡെൻമാർക്കിൻ്റെ കോളനികൾക്ക് സംരക്ഷണം നൽകുന്നതിനായിരുന്നു ഇത് സ്ഥാപിച്ചത്. പിൽക്കാലത്ത് അമേരിക്ക ഡെൻമാർക്കുമായി സുരക്ഷാ ഉടമ്പടി ഉണ്ടാക്കി. അതോടെ അത് സോവിയറ്റ് യൂണിയൻ്റെ വ്യോമസേനാ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള സുപ്രധാന കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് നിർണായക മേഖലയാണ് ഗ്രീൻലൻഡ്. ഗ്രീൻലൻഡ് US വിലക്ക് വാങ്ങുകയോ ഡെൻമാർക്ക് വിസമ്മതിച്ചാൽ പിടിച്ചെടുക്കുകയോ ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ സൈനിക ഇടപെടൽ വേണമെങ്കിൽ അതൊരു മാർഗമായി ഉപയോഗിക്കും എന്ന് ട്രംപ് തുറന്നു പറയുന്നു. ഗ്രീൻലൻഡിൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത് അവിടെയുള്ളവരും ഡെൻമാർക്കും മാത്രമാണ് എന്ന നിലപാട് സ്വീകരിച്ച് യൂറോപ്യൻ നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നു. ഗ്രീൻലൻഡിൽ US സൈന്യം എത്തിയാൽ ആദ്യം വെടിവെക്കും, ചോദ്യവും പറച്ചിലുമൊക്കെ പിന്നീടാകും എന്നാണ് ഡെൻമാർക്കിൻ്റെ തിരിച്ചടി.